നമസ്കാരം. കാളിദേവിയുടെ കൃപാകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമാവുകയാണ്. പല ഭാരങ്ങൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അത് അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകാൻ പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് അമ്മ മഹാമായ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവർ തന്നെയാകാം നിങ്ങൾ. പല കാര്യങ്ങളിലും അർഹമായ ഫലം ലഭിക്കാതെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കേണ്ടതായ സാഹചര്യമുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്കത് ലഭിക്കാതിരിക്കുകയും നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ പോലും നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യം പോലുമുണ്ട്. നിങ്ങളുടെ ഭാരങ്ങൾ, വിഷമങ്ങൾ അത് താഴെയിടുവാൻ സമയമായിരിക്കുന്നു എന്നർത്ഥമാക്കാം. പലപ്പോഴും പല കാര്യങ്ങളും പുറമെ പറയാത്തതായ വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ദുഃഖങ്ങൾ ചിലപ്പോൾ സഹിക്കാൻ സാധിക്കാത്തതായ അവസ്ഥ പോലും ഉണ്ടായി എന്ന് വരാം. അത്തരത്തിൽ അതിനൊരു അവസാനം തന്നെ സംഭവിക്കാൻ പോകുന്ന സാഹചര്യമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തകർച്ചയിൽ നിന്നും ഉയർന്നു വരാൻ സാധിക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നേരിടുന്ന ഒരു പ്രയാസം തന്നെയാണ്. അതിലൊരു മാറ്റം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ്. പലപ്പോഴും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും അവസാനിക്കാൻ പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആവശ്യത്തിലധികം ജോലിഭാരം, ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികൾ പോലുമായിരിക്കാം നിങ്ങൾ. അവയ്ക്കെല്ലാം ഒരു മാറ്റം അവസാനം സംഭവിക്കാൻ പോകുന്നു എന്നർത്ഥമാക്കാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായ ചുമതലകൾ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും നിങ്ങൾക്ക് സ്വയം പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുവാൻ പോലും സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ ലഭിക്കാതിരിക്കുന്നതായ സാഹചര്യവും, കുടുംബത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കി നടത്തുന്നവരാണ് എങ്കിലും നിങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്നതായ പ്രാധാന്യം ലഭിക്കാത്തതായ സാഹചര്യം പോലുമുണ്ട് എന്നതും വാസ്തവമാണ്. പലപ്പോഴും നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടതായി വരുന്ന സാഹചര്യം പോലും ജീവിതത്തിൽ ഉള്ളവരാണ്. മറ്റുള്ളവർ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ കരുതൽ മറ്റുള്ളവർ തിരിച്ചറിയുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടൽ അവർ തിരിച്ചറിഞ്ഞ് കാണില്ല എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ അവസ്ഥ പലരും കണ്ടില്ല എന്ന് നടിക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ഇത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഒരു അവസാനം വേണം എന്ന ആഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ അവ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല, മറിച്ച് പോസിറ്റീവായി തന്നെ കാണേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് അല്ലെങ്കിൽ എന്ത് ചെയ്താലും തോൽവി മാത്രം ലഭിക്കുന്ന, അർഹതയ്ക്കുള്ള അംഗീകാരങ്ങൾ പോലും ലഭിക്കാത്തതായ സാഹചര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്നതാണ്. പ്രധാനമായും പുതിയ അറിവ് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നിൽക്കുന്നവരിൽ നിന്നോ അല്ലാതെയോ ചില കാര്യങ്ങളെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റം വരുത്തുവാൻ സാധിച്ചു എന്ന് വരാം. വിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും
പല കാര്യങ്ങളും ആരംഭിക്കുവാനായുള്ള നിങ്ങളുടെ ശ്രമം വിജയം കാണാം. തീർച്ചയായും ഈ സമയം നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമുണ്ട്. അത്തരം കാര്യങ്ങളെ തീർച്ചയായും മറ്റുള്ളവർക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. എന്തെല്ലാം നിങ്ങൾ സഹിക്കുന്നു, എന്തെല്ലാം ഭാരങ്ങൾ നിങ്ങൾ കേൾക്കുന്നതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന പല ഭാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇതിൽ നിന്നും പുറത്ത് കടക്കണം എന്ന ചിന്ത പോലും നിങ്ങൾക്കുണ്ട് എങ്കിലും അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളിലും സംസാരിച്ചു തുടങ്ങുവാനും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി കൃത്യമായി തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ പലർക്കും സാധിച്ചു എന്ന് വരാം. തീർച്ചയായും നിങ്ങൾ തീരുമാനം എടുക്കുന്നതായ അവസ്ഥയിൽ പല വിധത്തിലും മാറ്റങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തീരുമാനങ്ങൾ കൃത്യമായി എടുക്കുവാൻ സാധിക്കുന്നതാണ്. സ്വന്തമായി സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് വാസ്തവം. അനാവശ്യമായ സംസാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാനും സംസാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യാവുന്നതാണ്. പ്രാർത്ഥന, മെഡിറ്റേഷൻ എന്നിവ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ആർഗ്യുമെന്റ്സ് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ വാക്ക് തർക്കങ്ങൾ എല്ലാം അവയ്ക്ക് ഒരു അവസാനമായി തീരും എന്നതാണ് വാസ്തവം. അനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരാനായി പോകുന്നത്. ഒരുപാട് സന്തോഷം വന്നു ചേരുന്നു എന്നർത്ഥമാക്കാം. ഈ സമയം ചില വ്യക്തികളുമായുള്ള വാക്ക് തർക്കങ്ങൾ, ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാക്ക് തർക്കങ്ങൾ, അത് നിങ്ങൾക്ക് അവസാനം ദോഷകരമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. അനുഗ്രഹം, സന്തോഷം എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരാനായി പോകുന്നു. തീർച്ചയായും നിങ്ങളെ കർമ്മഫലം ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം തീർച്ചയായും എന്ത് ചെയ്താലും പലപ്പോഴും അത് മുഴുവിപ്പിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും പാതി വഴിയിൽ നിർത്തുകയോ അല്ലെങ്കിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന സാഹചര്യം പോലുമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായ ഇമോഷൻസ് വളരെയധികം കടന്നു കൂടിയിരിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും ചിലവ് നിയന്ത്രിക്കുവാനുള്ള അവസരങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ചിലവ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. സമാധാനം ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അതിന് സാധിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ടതായിട്ടില്ല. പോസിറ്റീവായി തന്നെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഒപ്പം നിൽക്കുന്ന പല വ്യക്തികളും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്ന ബോധ്യം നിങ്ങളിൽ ഉണ്ടാകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പല വ്യക്തികളെയും നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ പോലും ജീവിതത്തിൽ വളരെയധികം വിഷമകരമായ സാഹചര്യങ്ങൾ ഇവർ മൂലമുണ്ടാകാം. ഇത്തരത്തിൽ ചില വ്യക്തികളെ, പ്രത്യേകിച്ചും ചതിക്കുന്നതായ ചില വ്യക്തികളെ തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് വരാവുന്നതുമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സ് ഫ്രീ ആകാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും. അത്ഭുതം വന്നു ചേരാൻ പോകുന്നു എന്നർത്ഥമാക്കാം. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ ജോലി ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം മാറ്റങ്ങളുടെ കാലം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി നടക്കാം. ജീവിതത്തിൽ ഒരുപാട് കാത്തിരിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. വിജയം വരുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നേരത്തെ തന്നെ വിജയങ്ങൾ നേരിടുവാൻ സാധിക്കണം എന്നില്ല.
കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഉയർച്ച കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഒരു ഉപദേശം നൽകി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഫലപ്രദമായ വാക്കുകൾ നൽകുന്നതായ സാഹചര്യം രൂപപ്പെടാവുന്നതുമാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന വ്യക്തമായ ബോധ്യം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ഫലപ്രദമായ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കും വിധം കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നും വിധം പ്രവർത്തിക്കാനുള്ള സാഹചര്യമാണ് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ സമയം തീർച്ചയായും അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാണ്. അതിനാൽ കൃത്യതയോടെ തന്നെ ആ കാര്യങ്ങളെ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്രതീക്ഷിതമായ മറ്റ് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക.